പേര് മുഹമ്മദ് നസീം, മംഗലാപുരം AJ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റാണ്. ഇവിടെ സംസാരിച്ച സമയത്ത് സൂചിപ്പിച്ചു, മാധ്യമങ്ങളിൽ ഇസ്ലാമിൻ്റെ അനുയായികളുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് സമുദായാംഗങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകളെ മറക്കാനും മാധ്യമങ്ങളിലൊരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. തടിയൻ്റെവിട നസീറിൻ്റെയും അതേപോലെ തന്നെ ഇസ്രായേലിൽ നടന്ന സംഭവങ്ങളൊക്കെ എടുത്തുദ്ധരിക്കപ്പെട്ടു. പക്ഷേ ലോകത്തുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ തടിയൻ്റെവിട നസീറായാലും അത് വേറെ ഏത് അൽ-ഖ്വയ്ദയായാലും ഏത് പേരിലുള്ള ഇസ്ലാമിക ഭീകരവാദികളെ എടുത്തു പരിശോധിച്ച് നോക്കിയാലും അവരൊക്കെ പ്രവർത്തിക്കുന്നതും അവർ പറയുന്നതും ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ്. പക്ഷേ ലോകത്തിൽ മറ്റ് മതങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള തെറ്റുകൾ വരുമ്പോൾ അവരുടെ അധികാരത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷേ മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ലോകത്ത് ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവർ പണത്തിന് വേണ്ടിയല്ല, അവരധികാരത്തിന് വേണ്ടിയല്ല, ഒന്നിനുമല്ല. അപ്പോൾ ഇസ്ലാമല്ലേ അവിടെ സത്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്നാണ്. ബഹുമാന്യ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി ഉത്തരം നൽകുന്നതാണ്. ഇവിടെ ലോകത്തിലെ ഏത് ഭീകരവാദ പ്രശ്നങ്ങളുണ്ടായാലും അത് മീഡിയകളിൽ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ അത് ഇസ്ലാമിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തത് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ള മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി അവരവരുടെ മറ്റുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം ഇവിടെ ഇസ്ലാമല്ലേ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് എന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ പാരീസിലെ അവിടുത്തെ അല്ലെങ്കിൽ മീഡിയകൾക്ക് നേരെ ഉണ്ടായിരുന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു പരാമർശം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ മുഹമ്മദ് നബിയോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിച്ചു. ആ വാചകം കണ്ട അന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരിക്കലും മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പായി. ആ പ്രവൃത്തി ചെയ്തത് മുസ്ലിങ്ങളല്ല എന്നുറപ്പായി. എന്തുകൊണ്ട്? പ്രവാചക തിരുമേനിയോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിച്ചു എന്നാണ്. ആ വാചകം തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചതാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ വാചകം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്കുള്ള അക്രമങ്ങൾക്കും തീവ്രവാദങ്ങൾക്കും എതിരാണ്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, തിന്മയും നന്മയും ഒരിക്കലും സമാവുകയില്ല. തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് പ്രതിരോധിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഇപ്പൊ അൽ-ഖായിദ, ഈ അൽ-ഖായിദ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് ഫോം ചെയ്തത് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവില്ല ലോകത്ത്. ഉസാമ ബിൻ ലാദനെ ട്രെയിൻ ചെയ്തതും ഉസാമ ബിൻ ലാദനെ വളർത്തിയതും അമേരിക്കയാണ് എന്നാണ് നോം ചോംസ്കിയെ പോലെയുള്ള ആളുകൾ പറയുന്നത്. വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും തകർത്തു. 150 തെളിവുകളാണ് അമേരിക്കയാണ് ആ പദ്ധതി ഫോം ചെയ്തത് എന്നതിന് 150-ലധികം ഉത്തരവാദിത്തപ്പെട്ട തെളിവുകൾ, വളരെ സോളിഡ് എവിഡൻസുകൾ നിരത്തിക്കൊണ്ടാണ് പല അമേരിക്കയിലെ പത്രപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും അമേരിക്ക എന്തൊരു തന്ത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിലയിരുത്തിയവരും വളരെ കൃത്യമായി പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ. ആ രംഗത്തുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ 50-60 വർഷങ്ങൾക്ക് മുമ്പ് പേൾ ഹാർബർ സംഭവവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തെ നമ്മൾ പരിശോധിച്ചാൽ, അതായത് ജപ്പാൻ കടലിടുക്കിൽ വെച്ച് 13 യുദ്ധക്കപ്പലുകൾ അമേരിക്ക ചുട്ട് നശിപ്പിക്കുകയും, അതായത് അമേരിക്കയുടെ കപ്പലുകൾ അമേരിക്ക ചുട്ട് നശിപ്പിച്ച് ജപ്പാന്റെ മേലത് വെച്ച് കെട്ടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000-ഓളം വരുന്ന പട്ടാളത്തെ അമേരിക്ക തീറ്റിപ്പോറ്റിയ അമേരിക്കൻ പട്ടാളത്തെ അമേരിക്ക കൊന്നൊടുക്കുകയും എന്നിട്ട് അത് ജപ്പാന്റെ മേല് ഇടുകയാണ്. അതാണ് നമ്മൾ പേൾ ഹാർബർ സംഭവം എന്ന് ലോകത്ത് നമ്മൾ പറയുന്ന സംഭവങ്ങളും ഇതുപോലെയുള്ള സംഗതികളും. വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും നശിപ്പിച്ചതിന്റെ പിന്നിൽ ജോർജ് W. ബുഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ തലയാണ് എന്ന് ലോകത്ത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ആ ടിങ് ടവറിന് നേരെ ഉണ്ടായ അക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇത്ര ഡിഗ്രി
ചൂടായാൽ ഉരുകാത്ത ഒരു സംവിധാനം അവിടെ ചെയ്തിട്ട് അവിടെ എങ്ങനെ ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന് തുടങ്ങി ഒരുപാട് ഡീറ്റെയിൽ അതിൻ്റെ എല്ലാ വശങ്ങളിലൂടെ കടന്നു പോകാൻ ഈ സമയം പര്യാപ്തമല്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു വലിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ബജ്റംഗ് ഓഫീസിൽ, മഹാരാഷ്ട്രയിലെ ഓഫീസിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ. അപ്പൊ അവിടെ ഹേമന്ത് കർക്കറെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ മുസ്ലിങ്ങളുടെ കൃത്രിമമായ താടി, വിശുദ്ധ ഖുർആന്റെ കോപ്പി, അവരുടെ തൊപ്പി ഒക്കെ കൃത്രിമമായി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള കുട്ടികളെ കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് US ആർമി എന്ന് പറയാം, അതായത് പുറത്ത് US ആർമി എന്ന് ചാപ്പ കുത്തിയ പട്ടാളക്കാരെയാണ് പിടിച്ച്, 1-2 പേരെ പിടിച്ചതിൽ. അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ഇതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതിനോട് ഞാൻ ഒരു അനുബന്ധവും കൂടെ ചേർക്കുകയാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ മക്ക സ്ഫോടനമായിരുന്നാലും സംജോത സ്ഫോടനമായിരുന്നാലും, ആദ്യ കാലഘട്ടത്തിൽ മീഡിയകളിൽ പ്രചണ്ഡമായി വന്നതൊക്കെ മുസ്ലിങ്ങളാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളല്ല തിന്നുന്ന സന്യാസിമാരും ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്തായിരുന്നു. അത് വളരെ ചുരുങ്ങിയ വാർത്തയായിട്ടാണ് പലപ്പോഴും വരിക. അത് ആളുകൾക്കിടെ അപ്പോഴേക്ക് മുസ്ലിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അതിൻ്റെ മൂർച്ചിമത് ഭാവം അത് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, US ആർമി എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്തു മതത്തിൽ ജനിച്ച് അമേരിക്കക്ക് വേണ്ടി പണിയെടുക്കുന്ന, അതായത് ഒറിജിനലായിട്ട് താടി നീട്ടി ഖുർആൻ പഠിച്ച് സുന്നത്ത് പഠിച്ച് ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ഇതിൽ നല്ലൊരു ശതമാനം സംഗതികൾ ഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതുള്ളത് കൊണ്ട് അവർ പറയും ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറയും. ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് ചെയ്തത്. അതങ്ങനെ പറയേണ്ടതും പറയിപ്പിക്കേണ്ടതുമുണ്ട്. ശരിക്കും ഇസ്ലാമിനെ ഒരു റീഡിംഗ് നടത്തിയിട്ടുള്ള ഒരാൾ, പ്രവാചകനെ കുറിച്ച് പ്രാഥമികമായി മദ്രസയിൽ പോലും അറിവുള്ള ഒരാൾ ഭീകരവാദം ചെയ്യില്ല, തീവ്രവാദം ചെയ്യില്ല. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ച ഒരാൾ, കാരണം അകാരണമായ ഒരു മനുഷ്യനെ കൊന്നവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ എന്ന ഖുർആനിന്റെ ഒക്കെ ഒരു പാഠം പഠിക്കുന്ന ഒരാൾ ഒരിക്കലും നിരപരാധികളായ മനുഷ്യരെ കൊന്നെടുക്കുന്നതിൽ ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയില്ല. ഈ ചെയ്ത ആളുകളൊന്നും ഇസ്ലാമല്ല, നിങ്ങൾ മനസ്സിലാക്കുക. കൊട്ടേഷൻ പാർട്ടികളായിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത്. അവരെ വിലക്കെടുക്കുകയാണ്. ചില ശക്തികൾ അവരെ വിലക്കെടുത്ത് വളർത്തി, മുസ്ലിം ചിഹ്നത്തോടുകൂടി വളർത്തി, അവരാണ് ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞത്. പലപ്പോഴും നമുക്കറിയാം, ഹിറ്റ്ലർ ലോകത്ത് ആദ്യമായിട്ട് ചെയ്തൊരു പദ്ധതി എന്താ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഹിറ്റ്ലറിന്റെ മെയിൻ കാഫ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹിറ്റ്ലർ ചെയ്തിട്ടുള്ളത്, ജർമ്മൻ പാർലമെന്റ് ഹിറ്റ്ലറും ഹിറ്റ്ലറിന്റെ കൂട്ടാളികളും ആക്രമിക്കുകയാണ്. ജർമ്മൻ പാർലമെന്റ് ആക്രമിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അത് ആരോപിക്കുകയാണ്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകൾ, അതായത് മുൻകൂട്ടി തന്നെ ഇന്നെന്ന ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നും ഇന്നെന്ന ആളുകളെ പിടിക്കണമെന്നും ഇന്നെന്ന ആളുകളെ കൊല്ലണമെന്നും ഹിറ്റ്ലർ പ്ലാൻ ചെയ്ത് അതിന്റെ ലീസ്റ്റ് ഉണ്ടാക്കി ഉത്തരവാദിത്തപ്പെട്ട പട്ടാളത്തിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് ജർമ്മൻ പാർലമെന്റ് ഹിറ്റ്ലറും ടീമും ആക്രമിക്കുന്നത്. ആ ഹിറ്റ്ലറും ടീമിനെയും ശരിക്കും അനുധാവനം ചെയ്യുന്ന സംഘപരിവാരങ്ങളാണ് നമ്മുടെ പാർലമെന്റ് ആക്രമണത്തിന് ആസൂത്രണം നൽകിയത്. മനസ്സിലാക്കണം നിങ്ങൾ, ഇതിന്റെ ഒക്കെ പിന്നിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വലിയ ശതമാനം പങ്കുണ്ട്. അതിന് മുസ്ലിം നാമധാരികളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് ഇത്തരം വാചകങ്ങൾ അവർ പറയിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല. ഈയിടെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഹേമന്ത് കർക്കറെ ഈ ആളുകളെ പിടിക്കും എന്ന പൂർണ്ണ ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു കൃത്രിമമായ നാടകമുണ്ടാക്കി, താജിലും മബ്രോൾ നഗരത്തിലൊക്കെ സ്ഫോടനമുണ്ടാക്കി, അതിലേക്ക് ഹേമന്ത് കർക്കറയെ വളരെ പ്ലാനിങ്ങോടുകൂടി എത്തിച്ച് അദ്ദേഹത്തെ കൊന്നൊടുക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആര് എന്ന് പരിശോധിച്ചാൽ ഹിറ്റ്ലറിൻ്റെ അതേ തത്വം ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിനെ പറ്റി പഠിച്ച ഒരാളും അത് അവകാശപ്പെടില്ല. ഇസ്ലാമിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് അത്തരം ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മറ്റുള്ളവരുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളാണ്. അവരത് പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കുറേ കൂടെ ഇൻവോൾവ്ഡായി ഡീപ്പായി നമ്മൾ ഈ വിഷയത്തെ പഠിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താൻ.